സോ ഹലോ ഗൈസ്, 6 വർഷത്തെ വെയിറ്റിംഗ് കഴിഞ്ഞ് വന്ന ലൂസിഫർ 2 എംപുരാൻ രാവിലെ ഫാൻ ഷോ തന്നെ പോയി കണ്ടു. എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, മിസ്സായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് എല്ലാം ഷെയർ ചെയ്യാം. ആദ്യം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പൃഥ്വിരാജ് സിനിമ. ഒരു ബിഗ് സല്യൂട്ട്. ഡിറക്ഷൻ ലെവൽ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് പുള്ളി പറഞ്ഞ പോലെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്ത പൈസക്ക് CGI കയറ്റി നശിപ്പിക്കാണ്ട് എല്ലാം റിയൽ തിയേറ്ററിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി, കാസ്റ്റിംഗ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ഒന്നും ആർക്കും ഇങ്ങനെ ഇവനെ വെച്ചതുകൊണ്ട് അത് അലമ്പായി, ഇല്ലെങ്കിൽ ഇവൻ ഇത് കൊടുക്കണ്ടായിരുന്നു. മിസ്സിംഗ് വന്നിട്ടേ ഇല്ല. എടുത്തു പറയേണ്ട കാസ്റ്റിംഗ് പറഞ്ഞാൽ മറ്റേ ഗെയിം ഓഫ് ത്രോൺസ് ഷങ്ങായി ആണെങ്കിലും ക്യാരക്ടർ ആയിരുന്നു. അല്ലാതെ ഈ സാധാരണ ചുമ്മാ ഒരു കൊണ്ടുവന്ന് പോയ പോലെ ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ പിന്നെ ലാലേട്ടന്റെ അത് പിന്നെ എപ്പോഴും കൊണ്ട് മടക്കി കുത്തണ സ്വാഗ് ഒന്നും വേറെ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സ്ക്രീൻ പ്രസൻസ്, ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് അത് എടുത്ത് പറയേണ്ട കാര്യം. കാരണം അടിപൊളി. അതായത് ആ ചങ്ങായി വന്ന് നിന്നാൽ തന്നെ ഒരു ഓറ, സത്യം പറയാ, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. കലക്കി പൊളിച്ചിട്ടുണ്ട്. പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ആണെങ്കിലും ആ പുള്ളിയുടെ ഗാർഡ്സിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമുക്കൊരു മലയാള സിനിമ കണ്ട പോലെ, ഒരു ഇന്ത്യൻ സിനിമ കണ്ട പോലെ ഇല്ല. പറഞ്ഞപോലെ മേക്കിംഗ് അടിപൊളി, സിനിമാറ്റോഗ്രഫി, കോസ്റ്റ്യൂം ഡിസൈനിങ്, റൈറ്റിംഗ്, ഡയലോഗ്സും അടിപൊളി പൊളിറ്റിക്കൽ ഡയലോഗ്സ് അത് അടിപൊളിയാണ്. എല്ലാവർക്കും അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അതെ, ഊക്കി വിട്ടു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും 3 പാർട്ടികൾക്കും നല്ല ഊക്കി കൊടുത്തിട്ടുണ്ട്. സോ ലൂസിഫറിന്റെ പോലെ തന്നെ സ്ക്രിപ്റ്റിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡൗൺ ആയത് മ്യൂസിക്കിന്റെ കേസിലാണ്. മ്യൂസിക് പ്ലേസ്മെന്റ് ട്രെയിലറിൽ കൊടുത്ത പ്ലേസ്മെന്റിനേക്കാളും കുറച്ച് കുറഞ്ഞ പോലെ തോന്നി മൂവിയിൽ കൊടുത്ത ആദ്യം ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് ആ പ്ലേസ്മെന്റ്, ആ ബീജത്തിന്റെ ഓരോ പ്ലേസ്മെന്റ്സും സോങ്സ് ആണെങ്കിലും സെറ്റായിരുന്നു. അതായത് പക്ക. പക്ഷെ ഫിലിമിൽ വന്നപ്പോ കുറെ മിസ്സിംഗ് ഉള്ള പോലെ തോന്നി. ഈ ഫൈറ്റ് സീക്വൻസസിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് മിസ്സിംഗ്. അടിപൊളി ബോറ് കണ്ടല്ല. ലൈക്ക് നമ്മളൊരു എക്സ്പെക്ടേഷൻ ലെവലിൽ വെക്കുള്ളൂ. ഇങ്ങനത്തെ ഒരു മാസ് ഇങ്ങനെ ഒരു ലെവലായി ലൂസിഫറിന്റെ മ്യൂസിക്കും ഇതിന്റെ മ്യൂസിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ എപ്പോഴും കുറച്ച് മുന്തിയാണ്. എംപുരാൻ ഈസ് എംപുരാൻ, ബട്ട് പേഴ്സണലി പറയുന്നത് എനിക്ക് ലൂസിഫർ ആണ് സത്യം. ലൂസിഫർ കണ്ടിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലോണം എക്സ്പെക്ട് ചെയ്യും. അതെ, പക്ഷെ ഇത് എക്സ്പെക്ടേഷൻ അത്ര റീച്ച് ആയില്ല മൂവി. കാരണം എനിക്ക് ഫസ്റ്റ് ഡേ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 6 വർഷം മുമ്പ് ലൂസിഫർ ഫസ്റ്റ് ഡേ ഷോ കാണുമ്പോൾ പഴയ ആ ഗൂസ് ബംപ് സീൻസ് ഒന്നും എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. മേക്കിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലൂസിഫറിനെക്കാളും എംപുരാനായിരിക്കും കൂടുതൽ. ഉറപ്പായിട്ടും എല്ലാ രീതിയിലും, ബഡ്ജറ്റ് രീതിയിലും എല്ലാ രീതിയിലും. ഇതില് കുറച്ച് ക്ലച്ച് സീൻസ് ഒക്കെ നമുക്ക് അതിലുണ്ട്. ലൂസിഫർ നടന്നു വരുന്നത്, പിന്നെ ഇവന്റെ കുറച്ച് ആ ഡയലോഗ്, ഇതിന്റെ ആ ഡയലോഗ് മാസ് ഡയലോഗ്സ് കുറവായിരുന്നു. പക്ഷെ ക്ലാസ് ആയിരുന്നു കുറെ ഡയലോഗ്സ്. അതായത് പൊളിറ്റിക്സിനെ കുറിച്ചും ഈ മനുഷ്യന്മാരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഡയലോഗ്സ് ലാലേട്ടൻ പറയുന്നതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ നെടുമ്പള്ളിയുടെ ക്യാരക്ടേഴ്സ് വരുമ്പോ നമുക്കൊരു ഗൂസ് ബംസ് വരുന്നുണ്ട്. ഞാനോ പടങ്ങൾ ശ്രദ്ധിച്ചത് സ്റ്റീഫനായിട്ട് മച്ചാൻ എത്തുമ്പോ വളരെ തരിപ്പ് നെരുപ്പ്. ഫസ്റ്റത്തെ ഇൻട്രോസിംഗിൽ ഖുറേഷി അബ്രഹാം ആരാണ്, പുള്ളിയുടെ ലെവൽ എന്താന്നൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഓക്കെ ഇങ്ങനൊരു ക്യാരക്ടർ, മാസ് ക്യാരക്ടർ. പിന്നെ അതിനുശേഷം കുറച്ച് ഡൗൺ ആണ്. ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ വെച്ചു, അതായത് ഒരു 10 റേറ്റിംഗ് 10 വെച്ചു. പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു 7. അതുകൊണ്ട് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നില്ല ആ ഒരു കുറച്ച് സീൻസ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം അഭിമന്യു സിംഗ്, കൊടുത്ത പണി നല്ല വൃത്തിയായിട്ട് ചെയ്തൊരു മനുഷ്യൻ. സൂപ്പർ പെർഫോമൻസ് ഒന്നുമില്ല. അല്ല, കാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അടിപൊളി ചെയ്തിട്ടില്ല. എല്ലാവരും ടൊവിനോ ആണെങ്കിലും ശരി, എല്ലാവരും അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ എൻഡിങ്, ക്ലൈമാക്സ് നല്ലൊരു ട്വിസ്റ്റിൽ കൊണ്ട് നിർത്തി. പിന്നെ അടുത്ത മൂവിക്കുള്ള ഒരു ലീഡ് നല്ല രീതിക്ക് കൊടുത്തു. അത് അപ്പൊ നമ്മൾ നല്ലൊരു ഗൂസ്
ബംസ് വന്നു ആ സമയത്ത്. കുറച്ചൊക്കെ ഡൗൺ ആയി നിന്നവിടെ ഒന്ന് നന്നേക്ക് ഒരു ട്വിസ്റ്റ് വന്നു. പിന്നെ അടുത്ത മൂവിക്കുള്ള ഒരു ലീഡും കൊടുത്തിട്ട് നല്ലൊരു രീതിക്ക് റെഡിയാക്കി. 2 ക്യാമിയോസ് വന്നു അല്ലേ? അത് നമ്മള് ഡിസ്ക്ലോസ് ചെയ്യണ്ട, പക്ഷെ അത് നല്ല 2 ക്യാമിയോസ് മനസ്സിലായിക്കോളും. ശരിക്കും എങ്ങനെ ഈ പടം പോയി കാണണം എന്ന് ഞങ്ങളോട് ഒരു എക്സ്പെക്ടേഷൻ വെക്കാതെ നോർമൽ ആയിട്ട് പോയി പൃഥ്വിരാജിന്റെ പടം പോയി കാണുകയാണെങ്കിൽ നല്ല സിനിമ. സത്യം ലൂസിഫറിനെ കാട്ടിയും മെച്ചുള്ള ഒരു പടം, ബെറ്റർ ആയ ഒരു പടം, അങ്ങനെ ഓവർ എക്സ്പെക്ടേഷനിൽ പോയി കമ്പയർ ചെയ്ത് പോയി കാണരുത്. അതെ, മൂവി എന്നുള്ള രീതിയിൽ പോയി കാണാം. പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ 3 പാർട്ടാണ്. അതിൽ ഫസ്റ്റ് പാർട്ടിന്റെ കഥ ആ രീതിയാണ്. സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെയാണ് ഇത്രയോ കാണിച്ചിട്ടുള്ളൂ. അതായത് പുതിയ വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളൂ. നമ്മള് സ്റ്റീഫൻ നെടുമ്പള്ളിന്ന് ഖുറേഷി എബ്രഹാമിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഖുറേഷി എബ്രഹാമിന്റെ ഗാങ്ങിനെ കുറിച്ച് പോലും ഫുള്ളായി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി അത് തേർഡിലാണ് വരാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഖുറേഷി എബ്രഹാമിന്റെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാസ് സീൻസും കാര്യങ്ങളും മേ ബി ആയിരിക്കാം. സോ ഇതാണ് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ. എല്ലാവരും പോയി പടം കാണുക, എന്തായാലും നിർബന്ധമായിട്ട്. കാരണം ഇങ്ങനൊരു പടം മലയാള ഇൻഡസ്ട്രി ഇല്ല സത്യം പറയാം. സോ പോവുക, കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്സ് കമന്റ്സ്. ഇന്നൊരു വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം. സോ ബൈ.